ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഹാർവസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങളുടെ വെജിറ്റബിൾ ഗാർഡൻ്റെ ഈ വർഷത്തെ ഫസ്റ്റ് ഹാർവസ്റ്റിംഗ് വീഡിയോ ആണ്. ഇടയ്ക്ക് ഒന്നോ രണ്ടോ വഴുതണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചധികം പച്ചക്കറികൾ കിട്ടുന്നത് ഇന്നാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ പച്ചക്കറികൾ കിട്ടുമെന്ന് നോക്കാമേ. ഫസ്റ്റ് തന്നെ കുക്കുംബറാണ് കേട്ടോ ഹാർവസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അധികമൊന്നുമില്ല, ഒരെണ്ണമാണ് കേട്ടോ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കുക്കുംബർ അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇവനെയാണ് കേട്ടോ ഇന്ന് കട്ട് ചെയ്യുന്നത്. വേറെ രണ്ടെണ്ണവും കൂടെ ഉണ്ട് കേട്ടോ, കുറച്ച് വലുതായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ഹാർവസ്റ്റിംഗ് വീഡിയോയിൽ കട്ട് ചെയ്യാം. നമ്മുടെ കുക്കുംബർ ചെടിയിൽ അധികം കുക്കുംബറൊന്നും പിടിക്കുന്നില്ല. പിന്നെ ചെറുതായിട്ടിങ്ങനെ വരുന്നതിൽ തന്നെ ഇവിടെ ഇങ്ങനെ കടന്തൽ പോലെ ഒരു ടൈപ്പ് പ്രാണിയുണ്ട് കേട്ടോ. അതിങ്ങനെ കുത്തി കുത്തി അപ്പോൾ ഫുള്ള് എല്ലാം ആയിട്ട് നശിച്ചു പോകാറുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഇന്ന് ഹാർവസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ മോനും ഉണ്ട് കേട്ടോ. അപ്പൂന് വെജിറ്റബിളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കുക്കുംബറാണ് കേട്ടോ. അതുകൊണ്ട് അവൻ തന്നെ കട്ട് ചെയ്യാമെന്ന് അവൻ പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുക്കുംബർ. അത്യാവശ്യം നീളമുണ്ട്. പിന്നെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു കേടുണ്ട് കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. വേറെ പുഴുവും കാര്യങ്ങളൊന്നുമില്ല. അടുത്തായിട്ട് നമ്മൾ ഹാർവസ്റ്റ് ചെയ്യാൻ പോകുന്നത് വഴുതണിങ്ങയാണ് കേട്ടോ. ഇത്ര ലോങ് ആയിട്ടുള്ള ഈ ഒരു കളർ വഴുതണിങ്ങ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാകുന്നത്. എൻ്റെ കയ്യിൽ കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഒരു ഗ്രീൻ കളർ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ലെങ്ത് ഒന്നും ഇല്ലായിരുന്നു. കുറച്ചും കൂടെ ഒരു ചെറിയ ടൈപ്പായിരുന്നു കേട്ടോ. ഇതിൽ ഒന്ന് മാത്രമേ പിടിച്ച് വന്നിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ട്, കുറേയൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. വേറെ ചെറിയ വഴുതണിങ്ങകളൊന്നും വന്നിട്ടില്ല കേട്ടോ. Hi guys. അപ്പോൾ ഇതാണ് നമ്മുടെ വഴുതണിങ്ങ. അത്യാവശ്യം നല്ല ആ കുക്കുംബറിൻ്റെ അത്രയും നല്ല ലെന്ത് ഉണ്ട് കേട്ടോ ഇതിന്. അടുത്ത വഴുതണിങ്ങ നമ്മുടെ നേരത്തെ എടുത്തതിൻ്റെ സെയിം കളർ വന്നിട്ട് റൗണ്ട് ഷേപ്പാണ് കേട്ടോ. ഇത് ഞങ്ങൾ വാങ്ങിയ സമയത്ത് അവർ എഗ് പ്ലാന്റ് ആണ് വലിയ വഴുതണിയാണ് പിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അധികം വലുതൊന്നുമല്ല, ഇത്രയും ഒരു വലിപ്പമേ വെക്കുന്നുള്ളൂ കേട്ടോ. ഇതിന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച 2 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി പൂക്കൾ ഇതിലും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഒന്നോ രണ്ടോ മാത്രമേ ഇങ്ങനെ പിടിക്കുന്നുള്ളൂ കേട്ടോ. എന്താണ് കാരണമെന്നൊന്നും അറിയത്തില്ല. കാര്യം ഇപ്പോൾ ഇവിടെ വിൻ്ററാണല്ലോ, അങ്ങനെ കൊഴിഞ്ഞു പോകാൻ്റെ കാര്യമൊന്നുമില്ല. സമ്മർ ആകുമ്പോൾ ഇതുപോലെ കൊഴിഞ്ഞു പോകും കേട്ടോ പൂവൊക്കെ. അത്യാവശ്യം വലിപ്പമുള്ള വഴുതണിങ്ങയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. റൗണ്ട് ഷേപ്പാണ്. കഴിഞ്ഞ ആഴ്ച കിട്ടിയത് ഇത്രയും നല്ല റൗണ്ട് ഷേപ്പായിട്ടുള്ള അല്ലായിരുന്നു. സാധാരണ നമ്മുടെ നോർമൽ വഴുതണിങ്ങ പോലുള്ളതായിരുന്നു കേട്ടോ. ഇനി നമുക്ക് 2 വഴുതണിങ്ങയും കൂടെ എടുക്കാനുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്. ഈ ഒരു ചെടിയിൽ നിറച്ചും മൊട്ടിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി കായ്കളും വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഈ വർഷം ഈ ഒരു കളർ വഴുതണിങ്ങയാണ് കേട്ടോ ഫുള്ളുണ്ടായത്. കഴിഞ്ഞ വർഷം എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ ഉണ്ടായിരുന്നു. അതിൻ്റെ സീഡൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇട്ടിട്ട് ഒന്നുപോലും മുളച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അടുത്ത നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാനുള്ളത് മുളകാണ്. മുളക് ഇവിടെ 2 വെറൈറ്റി മുളകുകളാണ് കേട്ടോ പിടിച്ച് വന്നിട്ടുള്ളത്. ഒന്ന് പച്ചമുളകും, ഇത് ക്യാപ്സിക്കം ആണോ അതേ ബജിമുളകാണോ എന്നറിയാൻ വയ്യ കേട്ടോ. എന്തായാലും കുറച്ച് വലിപ്പമുള്ള മുളകാണ്. ഈ ഒരു റൗണ്ട് ഷേപ്പ് അല്ലാതെ ഇങ്ങനെ നീളത്തിനുള്ള ക്യാപ്സിക്കം ഞാൻ കടകളിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും നമുക്കിന്ന് എടുത്ത് നോക്കാം.
മുളക് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്യാപ്സിക്കം പോലെ ഇരിക്കുന്ന മുളകാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ പച്ചമുളക് ആകെ ഒരു ചെടി മാത്രമേ ഉള്ളൂ, അതിലും അത്യാവശ്യം പിടിച്ചു വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പച്ചമുളകാണ് കേട്ടോ. കുറച്ച് നീളമുള്ള പച്ചമുളകാണ് കേട്ടോ കിട്ടിയത്. ഒരുപാടൊന്നുമില്ല, കുറച്ചായാലും നമ്മൾ കഷ്ടപ്പെട്ട് നട്ടു വളർത്തിയ ആ ഒരു ചെടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. ഇത് ഏത് മുളവാണ് എന്നൊരു യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും അത്യാവശ്യം വലിപ്പമുള്ള നോക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിത് കട്ട് ചെയ്ത് കറിയിലിടുമ്പോൾ അറിയാം ഇത് ക്യാപ്സിക്കം ആണോ അതേ നല്ല എരിവുള്ള മുളവാണോ എന്ന്. മുളക് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്യാപ്സിക്കം പോലെ ഇരിക്കുന്ന മുളകാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ പച്ചമുളക് ആകെ ഒരു ചെടി മാത്രമേ ഉള്ളൂ, അതിലും അത്യാവശ്യം പിടിച്ചു വന്നിട്ടുണ്ട്. തക്കാളികളൊക്കെ അത്യാവശ്യം വലുതായി വരുന്നതേ ഉള്ളൂ കേട്ടോ, ഒന്നും അങ്ങോട്ട് പഴുത്ത് വന്നിട്ടില്ല. പിന്നെ ചെറിയ ടൊമാറ്റോ ഉണ്ട്, വലിയ തക്കാളികളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മൾ കടയിൽ നിന്ന് തൈ വാങ്ങിച്ച് നട്ട ചെറിയ ടൊമാറ്റോ ആണ്. ഇതിലിങ്ങനെ 2-3 പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. പച്ചയായിട്ടുള്ള തക്കാളി നമുക്ക് മീൻകറിയിലൊക്കെ ഇടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഞാനങ്ങനെ ഇടാറുണ്ട്. അതുകൊണ്ട് നമുക്കിത് 2-3 നമുക്ക് പിച്ചിയെടുക്കാം. ഒന്നിൽ നല്ല പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഇനി അധികം ഇവിടെ നിർത്തിയിരുന്നാൽ നമ്മുടെ പക്ഷികളെല്ലാം കൂടെ കൊത്തിക്കൊണ്ട് പോവും. അതിന് മുമ്പ് നമുക്കിത് എടുക്കാം. പക്ഷികളുടെ കണ്ണിപ്പെടാതെ കുറച്ച് വലയൊക്കെ ഇട്ട് വെച്ചിരുന്ന നമ്മുടെ ചുമന്ന ചീരയാണ് കേട്ടോ. അധികമൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യാം. വളരെ കുറച്ച് ചീരയാണ് കേട്ടോ കിട്ടിയത്. ഇത് നമുക്ക് ഒരു തോരത്തിനൊന്നുമില്ല, എന്നാലും കുറച്ച് വേറെ എന്തെങ്കിലും മുരിങ്ങയിലയോ എന്തെങ്കിലും ചേർത്ത് നമുക്ക് തോരൻ വെക്കാനായി. നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഒട്ടുമിക്ക പച്ചക്കറികളും ഇവിടെ UAE ക്ലൈമറ്റിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ UAE താമസിക്കുന്നവർ, ഇതൊക്കെ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ, അതുപോലെ തന്നെ ചെയ്യാനായിട്ട് സ്പേസ് ഉള്ളവർ, ബാൽക്കണിയിലൊക്കെ നമുക്ക് ചെറിയൊരു പച്ചക്കറി തോട്ടം ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇതുപോലെയൊക്കെ ഒന്ന് നട്ട്. നമ്മുടെ പാവയ്ക്കയിൽ പൂവൊക്കെ പിടിച്ച് ചെറുതായിട്ട് പാവയ്ക്കകൾ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലിങ്ങനെ കവറിട്ട് നിർത്തണം, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കടന്നൽ പോലെ ഒരു ടൈപ്പ് പ്രാണിയുണ്ട് കേട്ടോ, അതിങ്ങനെ വന്ന് കൊത്തും. അപ്പോൾ അത് ഫുള്ളായിട്ടങ്ങ് പഴുത്തു പോകും കേട്ടോ. നമ്മുടെ തക്കാളിനെയും ഇതുപോലെ ചെയ്യാറുണ്ട്. ഒരുപാട് വെണ്ടേര വിത്തുകളിടുകയും തൈകൾ നടുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ ആ ഒരു ചെറിയ ചെടിയിൽ തന്നെ പൂ പിടിച്ച് കാ വരികയാണ് ചെയ്യുന്നത്. ഒന്നും ഉണ്ടാവുന്നില്ല. വെണ്ടയ്ക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്താണ് ഇവിടുത്തെ ക്ലൈമറ്റിന് വെണ്ടയ്ക്ക പിടിക്കാൻ പറ്റുന്നില്ലെന്ന് അറിയത്തില്ല. ഒരുപാട് ശ്രമിച്ചു, പക്ഷേ ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, 1-2 വെണ്ടയ്ക്ക നമുക്ക് സാമ്പാറിലിടാനായിട്ട് ഇതിൽ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഹാർവസ്റ്റിംഗ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അധികമൊന്നും ഇല്ലെങ്കിലും വളരെ കുറച്ചാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് നട്ടു വളർത്തി ഓർഗാനിക്കായിട്ട് കിട്ടുന്ന ആ ഒരു പച്ചക്കറികൾ നമ്മളുടെ കയ്യിൽ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ.
അപ്പോൾ പച്ചക്കറിയൊക്കെ നടാൻ ആഗ്രഹമുള്ളവർ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീടുകളിലും ഒരു ചെറിയ പച്ചക്കറി തോട്ടം എന്തായാലും വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്.